ജ്യോതിഷ ദർശനം പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആയില്യം നക്ഷത്രത്തെക്കുറിച്ചിട്ടാണ്. ആയില്യം നക്ഷത്രം കർക്കടകം രാശിയിലാണ്. ഈ ആയില്യം നക്ഷത്രം എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഉള്ളിൽ ചില ഭീതിയൊക്കെ തോന്നാറുണ്ട്. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അയില് മുടിഞ്ഞു പോകുന്നു, ആയില്യം നക്ഷത്രക്കാർ നോക്കുന്നിടമെല്ലാം അവരുടെ കയ്യിലാകുമെന്നൊക്കെ അങ്ങനെ ധാരണകളുണ്ട്. ഇതൊക്കെ പറയുന്നതിൻ്റെ കാര്യം, ഈ ആയില്യം നക്ഷത്രത്തിൻ്റെ ദേവത സർപ്പങ്ങളാണ്. ചെറിയ ചില കാര്യങ്ങൾ അതിനകത്തിലുണ്ട് താനും. കാര്യം, ഈ ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർ വളരെ സമ്പന്നതയോടുകൂടിയും പ്രഭുത്വത്തോടുകൂടിയും എല്ലാത്തിൻ്റെയും മുകളിലൊരു ഏകാധിപത്യം പുലർത്തി ഒക്കെ ജീവിക്കുന്ന പല ആൾക്കാരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആയില്യം നക്ഷത്രക്കാരായിരിക്കും. കാര്യം, അവരൊരു ഏകാധിപതിയും സ്വേച്ഛാധിപതിയെ പോലെ പെരുമാറിയെന്ന് വരും. ഈ നക്ഷത്രക്കാർക്ക് ധന ഭാഗ്യയോഗങ്ങൾ വളരെയധികം കൂടുതലുള്ളവരാണ്. അസുരഗണ നക്ഷത്രക്കാരാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഉദ്ദേശിച്ചാൽ ആ ഉദ്ദേശിച്ചിടവും കൊണ്ട് മാത്രമേ പോകത്തുള്ളൂ. ദേഷ്യമാണെങ്കിൽ ദേഷ്യം, വിരോധമാണെങ്കിൽ വിരോധം. സ്നേഹിച്ചാൽ ശരിക്കും പറഞ്ഞാൽ നല്ല സ്നേഹത്തോട് ഇടപെടും. വിദ്വേഷം ഭാവിച്ചാൽ ആജന്മ ശത്രുത പ്രകടിപ്പിക്കുന്ന ഒരു പ്രകൃതക്കാരാണ്. ഈ നക്ഷത്രത്തിൻ്റെ വൃക്ഷം നാരകമാണ്. ഈ നാരകവൃക്ഷം നട്ടു വളർത്തുന്നത് നല്ലതാണ് ആയില്യം നാളുകാർക്ക്. അതുപോലെ തന്നെ ബുധദശയിലാണ് ആയില്യം നക്ഷത്രക്കാർ ജനിക്കുന്നത്. ആ ബുധദശയിൽ ജനിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു ചെറുപ്പ സമയം, കുറച്ച് വിദ്യാഭ്യാസ കാലയളവ്, കുറച്ച് വൈഷമ്യങ്ങളൊക്കെ അനുഭവപ്പെടാൻ, വിദ്യാ തടസ്സങ്ങൾ അനുഭവപ്പെടാനുള്ള ഒക്കെ യോഗം കാണുന്നുണ്ട്. എന്നാൽ ഏറിയ കൂറും ആയില്യം നക്ഷത്രക്കാർ വളരെ ശാന്ത ചിത്തരായിട്ടുള്ളവരുമുണ്ട്. വളരെ സമാധാനം, വളരെ പീസ്ഫുൾ മൈൻഡായിട്ട് ഇടപെടുന്നവർ, വർത്തമാനം പറയുന്നവരും പൊതുസമൂഹത്തിൽ പെരുമാറുന്നവരുമുണ്ട്. അതായത് നമ്മളെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ഷമയോടുകൂടി, ഒരു സഭ്യതയോടുകൂടി ഇടപെടത്തക്ക പല മേഖലകളിൽ നിൽക്കുന്ന ആളുകളെ ശ്രദ്ധിച്ചാൽ അവർ ആയില്യം നക്ഷത്രക്കാരായിരിക്കും. പക്ഷെ ഒരു കുഴപ്പമുള്ളത്, സ്വന്തം താല്പര്യം, സ്വന്തം ഇഷ്ടം മാത്രം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരവരുടെ സ്വന്തം താല്പര്യം അല്ലെങ്കിൽ സ്വന്തം സേഫ്റ്റി മാത്രമേ നോക്കത്തുള്ളൂ. അപ്പോൾ ഇവർ സെൽഫിഷ് ആണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. അതുപോലെ തന്നെ കൃത്യമായിട്ടൊന്നും ചിലപ്പോൾ വാക്കുകൾ പാലിച്ചെന്ന് വരത്തില്ല. ഈ ഉപദേശങ്ങൾ, ചില ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉപദേശങ്ങളേ താല്പര്യമില്ല. ചിലർക്ക് അങ്ങനെയാണ്. ചിലർ വന്നിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കാണുമ്പോൾ ചില മുതിർന്നവരോ അല്ലെങ്കിൽ പിന്നെ പ്രായമായിട്ടുള്ളവരോ നമ്മുടെ ഗുരുക്കന്മാരോ ഒക്കെ വന്നിട്ട് നമ്മൾ ചെയ്ത പ്രവർത്തികൾ ഇന്ന രീതിയിലാണ്, ആ രീതിയിലാണെന്നൊക്കെ പറയും. ചിലർക്ക് ആ ഉപദേശങ്ങൾ സ്വീകരിക്കും. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒരു സ്വല്പം ഒരു സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള ചിന്താഗതി ഉള്ളതുകൊണ്ട് ആ ഉപദേശങ്ങളൊന്നും തന്നെ ഇഷ്ടം, അല്ലെങ്കിൽ ഉപദേശം കേട്ട് പ്രവർത്തിക്കത്തില്ല. പിന്നെ തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോൾ അധ്യാപന വൃത്തി, അതുപോലെ തന്നെ ബാങ്കിങ് മേഖലകൾ, ആതുര സേവന രംഗവുമായി ബന്ധപ്പെട്ടിട്ട്, അതുപോലെ വൈദ്യവൃത്തികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, മരുന്ന് നിർമ്മാണങ്ങൾ, ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളിൽ വളരെ ഗുണകരമായിട്ട് ശോഭിക്കാൻ കഴിയുന്ന ഒരു നക്ഷത്രമാണ്. വിദേശ സഞ്ചാര ഭാഗ്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ പൂർവിക സ്വത്തുക്കൾ, കുടുംബപരമായിട്ട് നമുക്ക് ലഭിക്കേണ്ടുന്നതായിരിക്കുന്ന പൂർവിക സ്വത്തുക്കളുടെ ആ ഒരു ലാഭമൊക്കെ കാണുന്നുണ്ട് ഈ ആയില്യം നക്ഷത്രക്കാർക്ക് പൊതുവെ. അതുപോലെ സന്താന വിഷയങ്ങളിൽ ചില അരിഷ്ടതകളുണ്ടാകാം. എന്നുവെച്ചാൽ ലുപ്ത സന്താന യോഗം, സന്താനങ്ങൾ കുറയുന്ന യോഗം, സന്താന ക്ലേശം. ഇനി അഥവാ സന്താനങ്ങൾ ഉണ്ടായാൽ തന്നെ സന്താനങ്ങളിൽ നിന്ന് തന്നെ ചില ക്ലേശങ്ങൾക്കൊക്കെ ഉള്ള യോഗം സൂചിപ്പിക്കുന്ന ഒരു നക്ഷത്രമാണ്. അതുപോലെ സുഹൃത്ബന്ധങ്ങളെല്ലാം തന്നെ വളരെ പ്രത്യേകിച്ച് പിന്നെ സ്ത്രീകളുമായിട്ട് ഉള്ള ബന്ധങ്ങളും സഹവാസങ്ങളും ഒക്കെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു നക്ഷത്രക്കാരാണ്. ശാരീരികമായ നീർക്കെട്ട്, അതുപോലെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ ഉള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ ആയില്യം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ 2026 പൊതുഫലങ്ങൾ, ഈ എന്തെങ്കിലും ഒരു കാര്യം പുതുതായി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ, ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ പൊതുവായി ആരംഭിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നവർക്ക് ഒരു നല്ല സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ലഭിക്കുന്നതിന് വേണ്ടി, ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്നവർക്ക് നല്ലൊരു കാലയളവാണ്. വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്ക് തടസ്സമുള്ളവർക്ക് അത് മാറി വിവാഹ യോഗവും ഒക്കെ കാണുന്നുണ്ട് ഈ ആയില്യം നക്ഷത്രത്തിൽപ്പെട്ടവർക്ക്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് മരതകരത്നം ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ വെള്ള നിറം, പച്ച നിറം തുടങ്ങിയവ ഭാഗ്യ നിറങ്ങളാണ്. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിഷ്ണുപ്രീതികരമായ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലങ്ങൾ തന്നെ ആണ് ഇതിലും പറയാനുള്ളത്. വിഷ്ണുപ്രീതികരമായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുക,
സർപ്പക്ഷേത്രങ്ങളിൽ വേണ്ടുന്നതിനുള്ള ദർശനങ്ങൾ നടത്തുക, ദുർഗാദേവിയെ ഭജിക്കുക, ഇതുപോലൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആയില്യം നക്ഷത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.